ഹലോ ഹായ് ഞാൻ ഉണ്ണീഷനാണ്. ഇത് കൊല്ലം രണ്ടാംകുറ്റിയിലുള്ള സിറ്റി ഹോട്ടലാണ്. ഏകദേശം 65 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ്. മട്ടനാണ് ഈ ഒരു ഹോട്ടലിൽ പേര് കേട്ടിട്ടുള്ളത്. കൊല്ലത്ത് മട്ടൻ്റെ ക്യാപിറ്റൽ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മട്ടൻ കഴിക്കാതെ ഞാൻ പോകാറില്ല. കൊല്ലത്ത് മട്ടൻ കിട്ടുന്ന ഹോട്ടലുകളിൽ ഏറ്റവും പേര് കേട്ട ഹോട്ടലിനോടൊപ്പം സിറ്റി ഹോട്ടലിൻ്റെ പേരും ഉണ്ട് കേട്ടോ. മട്ടൻ്റെ ഒരുപാട് വെറൈറ്റി ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത് മട്ടൻ്റെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മട്ടൻ വിഭവങ്ങൾക്ക് പേര് കേട്ട കട ആയതുകൊണ്ട് തന്നെ രാവിലെ തുറക്കുന്ന സമയം മുതൽ രാത്രി അടയ്ക്കുന്ന സമയം വരെ ഇതിനുള്ളിൽ എപ്പോഴും വന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മട്ടൻ വിഭവങ്ങൾ കഴിക്കാവുന്നതാണ്. പേരെങ്ങനെയാ? എൻ്റെ പേര് ഷിഹാസ്. എത്ര വർഷമാണ് നമ്മുടെ ഈ കൊല്ലത്ത്? ഇപ്പം 1960 തുടങ്ങിയതാണ്. ഇപ്പം എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ? ഇവിടെ മട്ടനാണ് സ്പെഷ്യൽ. മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, ബിരിയാണി. നമ്മൾ 7 തുറക്കും. രാവിലെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? രാവിലെ മട്ടൻ ലിവർ ഉണ്ടാവും, പിന്നെ അപ്പം, ഇടിയപ്പം, ദോശ, കടല, കിഴങ്ങ്, മുട്ട. പിന്നെ ഉച്ചയ്ക്ക് ഊണ്, ബിരിയാണി, മീൻകറി. വൈകുന്നേരം മട്ടൻ റോസ്റ്റ്, മട്ടൻ കറി, മട്ടൻ ഫ്രൈ, പിന്നെ ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ. എത്ര മണി വരെ കാണാം? നമ്മൾ 11 വരെ കാണാം. 11 മണി വരെ മട്ട വിഭവങ്ങൾ ആ സമയത്ത് കിട്ടും. അല്ല, രാവിലെ കറക്റ്റ് സ്പോട്ട് എന്ന് പറയാം. ഇത് രണ്ടാംകുറ്റി, കൊല്ലം രണ്ടാംകുറ്റി. ഒരുപാട് നാളായിട്ട് വിചാരിക്കണം നമ്മുടെ സിറ്റി ഹോട്ടൽ. ഒരുപാട് വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. ഇവിടെ നിന്ന് മട്ടൻ വിഭവങ്ങളാണ് ഫേമസ്. ഇപ്പോൾ മട്ടൻ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പുറത്ത് നിന്നപ്പോഴത്തേക്ക് വാഴ ഇലയിലാണ് അവരുടെ ബിരിയാണി സെർവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. മട്ടന് ഫേമസ് ആയിട്ടുള്ള സ്ഥലം കൊല്ലം എന്ന് പറയാറുണ്ട്. കൊല്ലത്ത് നിന്ന് 1-2 കടയിൽ ഞാൻ മട്ടൺ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എഴുത്താണി കടയും അതുപോലെ തന്നെ ബിരിയാണി കഴിച്ചിട്ടുള്ളത് ഫയൽമാൻ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. മട്ടൻ ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു. ഫയൽമാനില്ല. അവിടെ ഒരുപാട് മട്ടൻ്റെ വെറൈറ്റി ഡിഷസ് ഉണ്ട്. എഴുത്താണി കടയിലെ മട്ട അടിപൊളിയാണ്. പ്രത്യേകിച്ച് അവിടെ നെല്ലിക്കറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് കൊല്ലം രണ്ടാംകുറ്റിയിലുള്ള സിറ്റി ഹോട്ടലിലെ ബിരിയാണി അടിപൊളിയാണെന്ന്. ജസ്റ്റ് ഒന്ന് ഇതാണ് കേട്ടോ സിറ്റി ഹോട്ടലിലെ മട്ടൻ ബിരിയാണി. ഇതിൻ്റെ വില വരുന്നത് 260 രൂപയാണ് കേട്ടോ. 260 രൂപ എന്ന് പറയുമ്പം വളരെ വില കുറവാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ അപേക്ഷിച്ചിട്ട് കഴിച്ചു നോക്കണം എങ്ങനെയാണ് അതിൻ്റെ രുചിയെന്ന് കൂടെ നോക്കാം. നല്ല വാഴയിലയിലാണ് അവർ വിളമ്പുന്നത്. സലാഡ്, അച്ചാർ. ഈ സലാഡിൽ അവരൊരു സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 260 രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഇലയിട്ടൊന്ന് തട്ടി നോക്കാം. നല്ല എന്താ പ്ലേറ്റിൽ നിന്ന് ഇളകി വരുന്നത്. നല്ല സ്മൂത്തായിട്ട് ബിരിയാണി നമ്മുടെ ഈ ഒരു ഇലയിൽ വന്നിട്ടുണ്ട്. മുട്ടയുണ്ട് കേട്ടോ. മട്ടൻ ബിരിയാണിയിൽ മുട്ട അത് കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണ്. മട്ടൻ്റെ ഒരു പീസുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസും കേട്ടോ. 2 പീസുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈസ് കുഞ്ഞ് റൈസാണ്. കൈമാ റൈസിലാണ് ചെയ്തിട്ടുള്ളത്. മസാല ആവശ്യമുണ്ട് കേട്ടോ. അതിനുള്ളിൽ തന്നെ മസാല ആവശ്യമുണ്ട്. റൈസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. മട്ടൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഇല്ലെന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഒരു പീസാണ്. നല്ലതുപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ എല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മട്ടൻ്റെ പീസ് മാത്രം ഒന്ന് കഴിച്ചു തരാം. നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് മട്ടനാണ്. ചെറിയ ലൈറ്റ് മസാലയാണ് കേട്ടോ. അടിപൊളി മട്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയും ചേർത്തൊന്നും റൈസും കൊണ്ട് കഴിച്ചു നോക്കാം. നല്ല മസാലയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റൈസ് നല്ല ഇരിപ്പുണ്ട്. എല്ലാവരും പറയും ഇങ്ങനെ റൈസ് എന്തോ വിട്ട് വരണമെന്ന്. എനിക്ക് അങ്ങനെയൊന്നും. എനിക്ക് നല്ല വെന്ത ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറച്ച് റൈസും മസാലയും കൂടെ മിക്സ് ചെയ്ത് ലേശം മട്ട അതിനുള്ളിൽ വയ്ക്കണം. അതിങ്ങനെ നല്ലവണ്ണം ഉരുട്ടി കഴിക്കണം കേട്ടോ. അതേ നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ മട്ടൻ ബിരിയാണി ഇങ്ങനെ എടുക്കുക. റൈസ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെന്ത ബിരിയാണി കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മട്ടൻ നല്ലോണം വെന്തിട്ടുണ്ട്. അതാണ് സൂപ്പറായിട്ട് വന്നില്ല. നല്ല മട്ടൻ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ അപേക്ഷിച്ചിട്ടൊരു മസാലയ്ക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. റൈസ് ഒരുപാടുണ്ട്. പപ്പടമായിട്ട് ഒരു പിടി പിടിക്കാം. പപ്പടവും മട്ടൻ്റെ മസാലയും ഇങ്ങനെ മിക്സ് ചെയ്ത് ലേശം മട്ടൻ്റെ പീസ് എടുക്കുക. പീസ് അത്യാവശ്യമുള്ള പീസുണ്ട് കേട്ടോ. എല്ല് ചെറിയൊരു എല്ലിൻ്റെ പീസാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണ്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 ഹോട്ടലിലൊന്നാണ് സിറ്റി ഹോട്ടൽ. പൊളിയാട്ടോ. പിന്നെ മുട്ട എനിക്കൊന്നും ഞാൻ കഴിച്ച മട്ടൻ ബിരിയാണിയിലൊന്നും മുട്ട കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് മട്ടൻ ബിരിയാണി മുട്ട കിട്ടുന്നത്.
എന്തായാലും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. മട്ടൻ ബിരിയാണിയിലൂടെ മുട്ടയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല മസാലയുണ്ട്. ഇതാണ്ടോ മസാല, ഈ ചോറ് അത്രയും കഴിക്കാൻ പറ്റുന്ന മസാല നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. മട്ടൻ പീസ് ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല, നല്ല മാംസത്തോടു കൂടിയുള്ള മട്ടൻ പീസാണുള്ളത്. എടുക്കുക. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മട്ടൻ ട്രൈ ചെയ്യാതെ എങ്ങനെ പോകും അല്ലേ? ഇങ്ങനെ മിക്സ് മുട്ടയും കൂടെ ചേർത്തിട്ട് കൊല്ലത്ത് വരുമ്പോഴെല്ലാം കൊല്ലത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാതെ പോകാറില്ല. നല്ല കുഴഞ്ഞ റൈസ് ചേട്ടാ, ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചു പോകണം. മസാല ലാവിഷ് ചേട്ടാ. ഇതിലുള്ള മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെൻട്രലായിട്ട് കുറച്ച് അധികം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ നല്ലവണ്ണം കുഴച്ചടിക്കാൻ പറ്റിയ എത്ര മസാല ഇതിലുണ്ട്. ലേശം പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള സലാഡ് ചെയ്യുക, വെക്കുക, ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മട്ടൻ്റെ കുറച്ച് കുഞ്ഞ് പീസ് എടുക്കുക, അതായത് വയ്ക്കുക. മട്ടൻ്റെ പീസ് നല്ല എന്താ പറയാനേ അലിഞ്ഞു പോകുന്ന രീതിയാണ് കേട്ടോ അത് കുക്ക് ചെയ്തിട്ടുള്ളത്. സലാഡിൽ പൈനാപ്പിൾ ഇട്ടപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കൊള്ളാണ്, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പീസ് കൂടെ വെച്ചിട്ട് ഒരു 280-300 രൂപ വെച്ചിട്ട് അങ്ങനെ വലിയ നഷ്ടമൊന്നും കാണത്തില്ല. നല്ല ഫുഡാണെങ്കിൽ ആൾക്കാരൊന്നും കഴിയും, വില നോക്കത്തില്ല. മിക്കറും എടുത്ത് 100 രൂപയാണ്. അപ്പം മട്ടിപ്പങ്ങ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ആ മട്ടൻ തീർത്ത് ബിരിയാണി നല്ല 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 വെന്ത ബിരിയാണി കഴിച്ചത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബിരിയാണി നല്ല വേവുള്ള ബിരിയാണി കഴിച്ചാകുമ്പോഴേ നമുക്ക് നല്ലപോലെ ദഹിക്കും ഉള്ളി പോയാലും. സിറ്റി ഹോട്ടലിലെ മട്ടൻ ബിരിയാണി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റൈസാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കൈമ റൈസാണ്. മട്ടൻ ആയിരുന്നാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മട്ടൻ ഉണ്ടായിരുന്നു. 260 രൂപയ്ക്ക് എനിക്ക് ഒന്ന് വർത്തം തോന്നുന്നുണ്ട്. നിങ്ങൾ കൊട്ടാരക്കരം കൊല്ലം റൂട്ടിൽ പോവുകയാണെങ്കിൽ 2-ാം കുറ്റിയിലാണ് സിറ്റി ഹോട്ടലുള്ളത്. വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം.